പുതിയതായി ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം. കമ്പനി അക്കൗണ്ട്സ് ഓൺലി എന്നുള്ള ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നു. അക്കൗണ്ട്സ് ഓൺലി കേരള, ഇന്ത്യ. അടുത്ത് അക്കൗണ്ട്സ് ഓൺലി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. നമ്മൾ അതിലൊരു യൂസർ നെയിം പാസ്വേഡ് നമ്മൾ കമ്പനി കൊടുക്കുന്നു. ഓഡിറ്റ് ഫീച്ചർ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നു. കമ്പനി സേവ് ചെയ്യുന്നു. ഓക്കെ, ഓപ്പൺ പാസ്വേഡ്. നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അക്കൗണ്ട്സ് ഓൺലി ആണ്. നമ്മൾ ആദ്യം നമുക്ക് പർച്ചേസ് സെയിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ വാറ്റ് എനേബിൾ ചെയ്യുന്നു. വാറ്റ് എനേബിൾ ചെയ്തതിനു ശേഷം നമ്മൾ നമ്മുടെ കമ്പനിക്ക് ടിൻ നമ്പർ കൊടുക്കുന്നു. അതേമാതിരി CST നമ്പർ ഉണ്ടെങ്കിൽ അതും കൊടുക്കുന്നു. ആക്സെപ്റ്റ് ചെയ്യുന്നു. ഗേറ്റ് ഓഫ് ടാലിലേക്ക് തിരിച്ചു വരുന്നു. നമ്മൾ അക്കൗണ്ട്സ് ഇൻഫോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ലെഡ്ജേഴ്സിൽ പോയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ആദ്യം ഒരു സപ്ലയർ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നു. അണ്ടർ ക്രെഡിറ്റേഴ്സിനായിട്ടല്ലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അഡ്രസ് കൊടുക്കുന്നു. അടുത്ത് നമ്മൾ ഈ കമ്പനി വാറ്റ് ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്ത് ടിൻ നമ്പറും CST പാർട്ടിയുടെ ടിൻ നമ്പറും CST നമ്മൾ ആഡ് ചെയ്യുന്നു. സേവ് ചെയ്യുന്നു. ആക്സെപ്റ്റ് ചെയ്യുന്നു. സെയിൽസിൽ അതുപോലെ തന്നെ നമ്മൾ പാർട്ടി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യണത് പർച്ചേസ് ലെഡ്ജറാണ്. പർച്ചേസ് @14.5 എന്നുള്ള പേരിൽ ഒരു ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അണ്ടർ പർച്ചേസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പർച്ചേസ് അക്കൗണ്ടിലാണ് അണ്ടർ വരിക. യൂസർ ഇൻ വാറ്റ് റിട്ടേൺ എന്നുള്ള ഓപ്ഷൻ യെസ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ആ ടേബിൾ വാറ്റ് ക്ലാസ് എന്നുള്ള ടേബിളിൽ നിന്ന് പർച്ചേസ് 14.5 ലെഡ്ജർ സേവ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ടാക്സിന്റെ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഇൻപുട്ട് വാറ്റിന്റെ ലെഡ്ജറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻപുട്ട് വാറ്റ് @14.5% എന്നുള്ള ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അണ്ടർ കൊടുക്കേണ്ടത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എന്നുള്ള ഹെഡിലാണ്. ടൈപ്പ് ഓഫ് ടാക്സ് ക്ലാസ് വാറ്റ് സെലക്ട് ചെയ്യുന്നു. ഇൻപുട്ട് വാറ്റ് സെലക്ട് ചെയ്യുന്നു. അതിൽ നിന്നും പർച്ചേസ് @14.5 എന്നുള്ള ടാക്സ് ക്ലാസ് സെലക്ട് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള 3 ലെഡ്ജറുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് പാർട്ടിയുടെ ലെഡ്ജർ, സപ്ലയർ ലെഡ്ജർ, പിന്നെ പർച്ചേസിന്റെ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇൻപുട്ട് വാറ്റിന്റെ ലെഡ്ജറും പർച്ചേസ് @14.5 എന്നുള്ള ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ആവശ്യമായ ലെഡ്ജറുകളൊക്കെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഗേറ്റ് ഓഫ് ടാലിയിലേക്ക് വരിക. അക്കൗണ്ടിംഗ് വൗച്ചർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യും. അക്കൗണ്ടിംഗ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ പർച്ചേസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സപ്ലയർ ഇൻവോയ്സ് നമ്പർ കൊടുക്കുന്നു. ഡേറ്റ് കൊടുക്കുന്നു. ഈ ടേബിളിൽ നിന്ന് നമ്മൾ സപ്ലയറിന്റെ പേര് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റൈറ്റ് സൈഡിൽ ആസ് ഇൻവോയ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ വൗച്ചർ എൻട്രി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ആസ് ഇൻവോയ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ പർച്ചേസ് ലെഡ്ജർ സെലക്ട് ചെയ്യുന്നു. പർച്ചേസ് എമൗണ്ട് കൊടുക്കുന്നു. ഇൻപുട്ട് വാറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടാക്സ് എമൗണ്ട് 14.5% ടാക്സ് ഓട്ടോമാറ്റിക്കലി സേവ് ആയിട്ടുള്ള ഇത് കാണാം. നമുക്ക് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ടാക്സ് വരും. നേരേഷൻ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ബീങ് പർച്ചേസ് എൻട്രി സേവ്. ഈ സെയിം എൻട്രി ഇതുപോലെ തന്നെ നമുക്ക് ആസ് വൗച്ചർ ആയിട്ട് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ആസ് വൗച്ചർ ആയിട്ട് എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സപ്ലൈയുടെ പേര് സെലക്ട് ചെയ്തു, ഡീറ്റെയിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഫുൾ എമൗണ്ട്, ബിൽ എമൗണ്ട് എത്രയാണോ ആ സെയിം ഫുൾ എമൗണ്ട് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. റഫറൻസ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം പർച്ചേസ് വാല്യൂ 14.5 എന്നുള്ള ലെഡ്ജർ സെലക്ട് ചെയ്തിട്ട് പർച്ചേസ് വാല്യൂ ആയിട്ടുള്ള 1000 രൂപ നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ ഇൻപുട്ട് ആയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ ചോദിക്കും അസസിബിൾ വാല്യൂ എത്രയാണെന്നുള്ളത്. 1000 രൂപയ്ക്ക് മുകളിലാണ് ടാക്സ്. അപ്പൊ 1000 ആണ് നമ്മുടെ അസസിബിൾ വാല്യൂ പ്ലസ് ടാക്സ്. അപ്പോൾ 1145 രൂപയാണ് പർച്ചേസ് ടോട്ടൽ വാല്യൂ ആയിട്ട് വരുന്നത്. ഈ എമൗണ്ട് ഇതേ രീതിയിലാണ് ആസ് വൗച്ചർ ആയിട്ട് എൻട്രി ചെയ്യുക. അപ്പൊ 2 രീതി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആസ് ഇൻവോയ്സ് ആയിട്ടും ആസ് വൗച്ചർ ആയിട്ടും പർച്ചേസ് എൻട്രി ചെയ്യുന്ന രീതി നമുക്ക് പഠിച്ചു കഴിഞ്ഞു.
Thank you. Have a nice day.